പാത്രിയാർക്കീസിന്റെ പുതിയ അപ്പോസ്തോലൻ, പുത്തൻകുരിശ് വികടന്മാരുടെ സംരക്ഷകൻ, പാസ്റ്റർ എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയെ ചൊറിയാൻ കച്ചകെട്ടി സമൂഹ മാധ്യമത്തിലൂടെ അസഭ്യവും അസത്യവും വിളമ്പി സ്വയം ഇളിഭ്യനാകുന്ന ഒരാളിനെ അറിയില്ലേ? ഷിബു ഉപദേശി. ഈ ഉപദേശിയുടെ ആധുനിക യാക്കോബായ ഗുരുവിന്റെ ഭാഷാശൈലി വേറൊരാൾ ശേഖരിച്ച് പ്രസിദ്ധപ്പെടുത്തിയത് കാണാനിടയായി. നല്ല ഭാഷ, നല്ല സംസ്കാരം, ഇങ്ങനെയുള്ളവരെ വേണം വികട യാക്കോ കുഞ്ഞുങ്ങൾക്ക് വാഴ്ത്തുപാട്ട് പാടാൻ. പുഴുത്ത തെറി പറയുന്ന ഇതേ നാവുകൊണ്ടാണല്ലോ ഇയാൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ല. കാരണം ചേരുംപടിയാണല്ലോ ചേരേണ്ടത്. എരിഞ്ഞിലിൽ നിന്നും മുന്തിരി ലഭിക്കില്ലല്ലോ. വികട യാക്കോബായ വിഡ്ഢികളെ, നിങ്ങൾ അറിയുമോ ഇയാളെ? ഇല്ലെങ്കിൽ അറിയണം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടത് മതം മാറിയെന്ന് വരെയാണ്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഇയാൾ കുറച്ചു മുൻപ് ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ വേണ്ടി കുറെ നാൾ ഓർത്തഡോക്സ് സഭയെ സ്തുതിച്ചു നടന്നു. പക്ഷെ ഓർത്തഡോക്സ് സഭ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ പുത്തൻകുരിശ് ആധുനിക യാക്കോബായ സഭയിൽ ചേർന്ന് ഓർത്തഡോക്സ് സഭയെ ചൊറിയാൻ പരിശ്രമിച്ചു പരാജയപ്പെടുന്നു. ഉദ്ദേശ ലക്ഷ്യം ക്രിസ്ത്യാനികളുടെ വിശ്വാസം പിടിച്ചുപറ്റി എന്തൊക്കെയോ കാര്യം സാധിക്കാനാണ്. എന്തായാലും വികടന്മാർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.